എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ദൃശ്യം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പല വിദ്യാർത്ഥികൾ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ദൃശ്യം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും ആദ്യം വിദ്യാർത്ഥികളിലേക്ക് സംശയമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ എന്നു മുതലാണെന്ന്. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ചെയ്താലും ഈ മാസം ഒരു ജൂലൈ മാസത്തിന് എന്തായാലും ഉണ്ടാവും. ഡേറ്റ് കൃത്യമായ രീതിയിൽ വന്നിട്ടില്ല. അപ്പോൾ ജൂലൈയിൽ നടക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി അറിയിച്ചത്. തേർഡ് അലോട്ട്മെൻറ്റ് അഡ്മിഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്തായാലും വിളിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്കും ഒക്കെ അതിലേക്ക് നമ്മൾ വരും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇതെല്ലാം അപേക്ഷ ഇതുകൊണ്ട് ഉടൻ ആരംഭിക്കുന്നുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാം, ഒരു കാര്യം എങ്ങനെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം, അത് ഞാൻ തമ്മിലായിട്ടപ്പോൾ മാറിപ്പോയതാണ്. നമുക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ആദ്യം നോക്കാം. മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളിൽ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ 3 അലോട്ട്മെൻറ്റുകളിലും അലോട്ട്മെൻറ്റിന് അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ. അതായത് ഈ 3 അലോട്ട്മെൻറ്റുകളിലും നിങ്ങൾ അപേക്ഷ നൽകി, പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ചോയ്സാണ് എന്താണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ടൊരു ചോയ്സ് അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതുവരെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററിയിൽ പുതിയതായിട്ടൊരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു, പക്ഷേ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, മുഖ്യഘട്ടത്തിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ അലോട്ട്മെൻറ്റ് കിട്ടി, ബട്ട് ഞാൻ മാൻഡറ്ററി ഫീ അടച്ചില്ല. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ ഞാൻ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം എൻ്റെ സീറ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിൻ്റെ സീറ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയൊരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ്, അത് ഫസ്റ്റ് സെക്കൻഡ് തേർഡിലും അലോട്ട്മെൻറ്റ് നൽകിയിട്ടും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതെ പോയ വിദ്യാർത്ഥികൾക്കും അപേക്ഷയിൽ തെറ്റ് വന്നത് മൂലം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ വന്നത് കാരണം നിങ്ങൾ അഡ്മിഷന് ചെന്നിട്ടും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പോയിട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷ പുതുക്കി നൽകാൻ സാധിക്കും. പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക്, മാൻഡറ്ററി ഫീ അടയ്ക്കാതെ പോയവർക്ക്, ഫീ പേയ്മെൻറ്റ് നടത്താത്തവർക്ക് എന്നിങ്ങനെ എല്ലാ വിദ്യാർത്ഥികൾക്കും തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന വിഷയം എങ്ങനെ അപേക്ഷിക്കാം. അടുത്ത വിഷയമാണ് എങ്ങനെ അപേക്ഷിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം അല്ലേ. നിങ്ങൾ എങ്ങനെയാണ് മുഖ്യഘട്ട, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിനു മുമ്പ് ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ നേരുന്ന സുഖമല്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുക. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാൻ ഒരു പണിയില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയെന്ന്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്നോ കാലിക്കറ്റ് സർവകലാശാല എന്നോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. ഗൂഗിളിലോ ക്രോമിലോ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാം. അവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ എന്നൊരു ലിങ്ക് അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. FYU
വെയിറ്റ് ഒരു മിനിറ്റ്. FYUG ഇങ്ങനെയാണ് അറിയത്തില്ലല്ലോ. FYUGCAP FYUG ക്യാപ്പ്. ഈ ഒരു എന്ത് ചെയ്യും, 4 അക്ഷരം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. FYUG ക്യാപ്പ് 2024 എന്നൊരു ലിങ്കും അവിടെ എന്ത് ചെയ്യും വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡി എന്ന് പറഞ്ഞാൽ ക്യാപ്പ് ഐ ഡി ആണ്. എടാ ഈ ആപ്ലിക്കേഷൻ ഐ ഡി തന്നെയാണ് കേട്ടോ ക്യാപ്പ് ഐ ഡി. പാസ്വേഡ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി കീ ആണ്. ഇത് രണ്ടും നൽകി എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്തുകൊണ്ട് അപ്ലൈയിങ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. പക്ഷേ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ക്ലിക്ക് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ഐ ഡി ക്യാപ്പ് ഐ ഡി പാസ്വേഡ് സെക്യൂരിറ്റി കീ നൽകി ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ അതിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അപേക്ഷ എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടി, അതായത് എങ്ങനെ ഇപ്പം വിദ്യാർത്ഥികൾ കുറേ നാളെ ചോദിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള യാതൊരു അറിയിപ്പും ഇപ്പോൾ ഇടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ പരിഗണിച്ചു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ഉടൻ ആരംഭിക്കും. എങ്ങനെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപേക്ഷിക്കാം, വിദ്യാർത്ഥികളുടെ സംശയ ദൂരീകരണമൊക്കെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. പിന്നെ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാകുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.